ഓക്കെ. തജ്വീദിൽ പാഠം 13. 13ാമത്തെ പാഠത്തിൽ പറയുന്നത് ചില പ്രത്യേക പദങ്ങൾ പരിശുദ്ധ ഖുർആനിലുള്ള പ്രത്യേകമായി പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആനിൽ പ്രത്യേകമായി വരുന്ന ചില ഭാഗങ്ങളാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇന്ന് ക്ലാസ്സിൽ നിങ്ങളോട് നേരിട്ട് പറഞ്ഞു തന്നത് കുറച്ച് സ്പീഡായിട്ടാണ് പറയാം. അതിനുശേഷമുള്ളത് കുറച്ച് ഡീപ്പായിട്ട് പറയാം ഇൻഷാ അള്ളാഹ്. അതിൽ ഒന്നാമത് പറയുന്നത് അൽ ബഖറ സൂറത്തിലെ 245 ആയത്തിൽ വയബ്സുതു എന്നതിലും അൽ അറാഫ് സൂറത്തിലെ 69 ആയത്തിൽ ബസ്ത എന്നതിലും സ്വാദിന് പകരം സീന് കൊണ്ട് ഉച്ചരിക്കണം. ഇതില് അൽ ബഖറ സൂറത്തിലെ 245 ആയത്ത് വയബ്സുതു അത് നിങ്ങൾ നോക്കിയിരുന്നോ? ഇല്ല. ആ, നിങ്ങൾ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇല്ല. അൽ ബഖറ സൂറത്തിലെ ഏത് ആയത്താണ് പറഞ്ഞത്? 245. ഓക്കെ, കാണാം. സ്ക്രീനിൽ കാണുന്നില്ലേ? താഴ്ഭാഗത്ത് من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. ഇതിൽ താഴ്ഭാഗത്ത് വയബ്സുതു എന്നതിൽ യഥാർത്ഥത്തിൽ എഴുതിയത് സ്വാദാണ്. പക്ഷെ അതിന്റെ മുകളിൽ ഒരു കുഞ്ഞ് സീന് കാണുന്നില്ലേ? ആ, ഇവിടെ സ്വാദിന് പകരം സീനാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. വയബ്സുതു എന്നാണ്. വയബ്സുതു, സ്വാദല്ല സീന്. മറ്റൊന്ന് എവിടെയായിരുന്നു? വയബ്സുതു എന്ന് പറഞ്ഞത് പിന്നെ അറാഫ് സൂറത്തിൽ അല്ലേ? അറുപത്തിയൊമ്പതാമത്തെ. അറുപത്തി 69 പേജോ? 69 ആയത്ത്. പേജ് നമ്പർ പറ. 151 മുതലാണ് അറാഫ് സൂറത്ത് തുടങ്ങുന്നത്. ഓക്കെ ഓക്കെ. 69 ആയത്ത്, പേജ് നമ്പർ 159, 159. വയബ്സുതു എന്നല്ല, ബസ്ത എന്നാണ്. സ്ക്രീനിൽ കാണാം. أَوَعَجِبْتُمْ أَنْ جَاءَكُمْ ذِكْرٌ مِّنْ رَبِّكُمْ عَلَى رَجُلٍ مِّنْكُمْ لِيُنْذِرَكُمْ واذكروا إذ جعلكم خلفاء من بعد قوم نوح وزادكم في الخلق بسطة. കണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ സ്ക്രീൻ ഒന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കൂ. വലുതായി കാണുന്നുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഭാഗം വ്യക്തമായി കാണാൻ വേണ്ടി സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഈ രണ്ട് ഭാഗങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയുന്നത്
ഹൂദ് സൂറത്തില് ഹൂദ് സൂറത്തിലെ 41-ാം ആയത്തിൽ ബിസ്മില്ലാഹി മജ്രേഹ എന്നതിൽ റായിനെ ഇമാലത്താക്കി മജ്രേഹ അല്ലെ, മജ്റാഹ എന്നാണ് ഫസ്റ്റ് വായിക്കുക. അത് ഓതേണ്ടത് ഇമാലത്താക്കി മജ്രേഹ. അത് ഹൂദ് സൂറത്തിലെ 41-ാം ആയത്താണ്. ശ്രദ്ധിച്ചോളൂ. وقال اركبوا فيها بسم الله مجريها ومرساها. മജിരേഹ, രേ എന്ന് ഇമാലത്താക്കി ഓതണം എന്ന് അറിയിക്കാൻ വേണ്ടി റാഇന്റെ താഴ്ഭാഗത്ത് ഒരു ചതുരം, ഒരു പ്രത്യേക ചതുരം. ഈ ചതുരത്തിന് എന്താ പറയാ, പേര് പറയാ? എനിക്കറിയില്ല. ഖുർആനിൽ റൗണ്ടാണുള്ളത്. ആ, ഖുർആനിൽ മുസ്ഹഫിൽ അല്ലേ, നിങ്ങളെ കയ്യിലുള്ള മുസ്ഹഫില്. ചില മുസ്ഹഫുകളിലൊക്കെ ഇതുപോലെ ചതുരം തന്നെ ഉണ്ടാവാറുള്ളത്. റാഇന്റെ താഴ്ഭാഗത്തല്ലേ. അപ്പൊ ഇവിടെ ഓതേണ്ടത് ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ. മുർസേഹ അത് മുർസാഹ എന്നുള്ളത് ഇമാലത്ത് വേണ്ട കേട്ടോ. മജ്രേഹ എന്നതിൽ മാത്രമേ ഇമാലത്ത് പാടുള്ളൂ. ബാക്കി വ മുർസാഹ. ചില ആളുകൾക്ക് ഓതുമ്പോ മജ്രേഹ എന്ന് ഓതിയതുപോലെ വ മുർസേഹ എന്ന് ഓതും. അത് തെറ്റാണ്. ഓക്കെ, അതും ക്ലിയർ ആയി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇഷ്മാമാണ്. ഇപ്പം പറഞ്ഞത് ഇമാലത്താണ്. ഇഷ്മാമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇഷ്മാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എവിടെ വരുന്നത്? മൂന്നാമത്തത് യൂസുഫ് സൂറത്തിലെ 11-ാം ആയത്തിൽ മാ ലക ലാ തഅമന്ന. മാ ലക, എല്ലാവരും സ്ക്രീൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാണുന്നുണ്ടോ? ഇതില് ഇഷ്മാം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് തൽക്കാലം ഓഫ് ചെയ്യട്ടെ, എന്നാൽ നിങ്ങൾക്ക് എന്റെ ഫേസ് കാണാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇഷ്മാം ചെയ്തു നോക്കിയിരുന്നോ? അവരും ചെയ്തു നോക്കിയിട്ടുണ്ടാവില്ല. മാ ലക ലാ തഅമന്ന, മാ ലക ലാ തഅമന്ന. മാ കഴിഞ്ഞാൽ പിന്നെ ഷദ്ദുള്ള നൂനാണ് നമുക്ക് ഓതാനുള്ളത്. ഷദ്ദുള്ള നൂനിനെ മണിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചുണ്ട് കൂർപ്പിക്കണം. പിന്നെ കൂർപ്പിച്ചത് നേരെയാക്കി ന എന്ന് ഉച്ചരിക്കണം. മനസ്സിലായല്ലോ? മാ ലക ലാ തഅമന്ന. മനു, നു എന്ന് പറയുന്ന ഒരു സമയം മാത്രം ചുണ്ട് കൂർപ്പിച്ചാൽ മതി. പിന്നെ ന. മാ ലക ലാ തഅമന്ന. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ ഓക്കെ, ഇനി സ്ക്രീൻ നോക്കാം. ഇവിടെ ഇഷ്മാമിന്റെ അടയാളം കാണിക്കുന്നതില് നൂനിന്റെ ഭാഗത്ത് മുകളിലാണ് മീമിന്റെയും നൂനിന്റെയും ഇടയിലുള്ള ഭാഗത്തായിട്ട് ഒരു അടയാളം കാണുന്നത്, ചതുരം, നേരത്തെ കണ്ടതുപോലെയുള്ള അടയാളം. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. വഇന്ന എന്ന ഭാഗത്ത് ഇഷ്മാം വേണ്ട. ലാ തഅമന്ന എന്ന ഭാഗത്ത് മാത്രം ഇഷ്മാം മതി. ഇനി നിർവചനങ്ങൾ പറയുന്നുണ്ട്. ഇമാലത്ത് എന്നാൽ എന്ത്, ഇഷ്മാം എന്നാൽ എന്ത് എന്നൊക്കെ നിർവചനങ്ങൾ പറയാണ്. ഇമാലത്ത് എന്നാൽ
ഫതഹിന്റെയും കസ്റിന്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിന്റെയും യാഇന്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക എന്നാണ്. ഇഷ്മാം എന്നാൽ റഫ്അ ദമ്മ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ദമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക എന്നാണ്. ഞാൻ വ്യക്തമായി ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്. റഫ്അ് ദമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റഫ്അ് എന്നത് ഒരു ഇഅ്റാബാണ്, ദമ്മ് എന്നത് ഒരു ഹറക്കത്താണ്. ഓക്കെ, അതിനെ കുറിച്ച് ചോദിക്കൂല, എന്താണ് വ്യത്യാസം എന്നുള്ളത് ചോദിക്കൂല. ദമ്മ് എന്നത് ഒരു അടയാളം മാത്രമാണ്. റഫ്അ് എന്നത് ഒരു പദത്തിന്റെ, ഒരു കലിമത്തിനുള്ള ഇഅ്റാബാണ്. അപ്പോ പദത്തിന്റെ ഇഅ്റാബ് പറയുമ്പോൾ നസ്ബ്, ജറ്, ജസ്മ്, പിന്നെ ഒന്നുകൂടെ പറയാം, നസ്ബ്, ജറ്, റഫ്അ്, ജസ്മ്, ഇങ്ങനെ 4 ഇഅ്റാബുകളാണുള്ളത്. കൂടുതലും നസ്ബ് വരുമ്പോ ഫത്ഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറ്, ദമ്മത്ത് കൊണ്ട് റഫ്അ്, സുകൂന് കൊണ്ട് ജസ്മ്, ഇങ്ങനെയാണ് കൂടുതലും ഇഅ്റാബുകൾ വരിക. അപ്പോ ഈ 4 ഇഅ്റാബുകൾക്കുള്ള അടയാളം മാത്രമാണ് എന്ത്? ഈ ഫത്ഹത്ത്, കസ്റത്ത്, ദമ്മത്ത്, സുകൂന് എന്ന് പറയുന്നത്. കൂടുതലും ഇങ്ങനെ വരിക. ചില സന്ദർഭങ്ങളിൽ ജസ്മ് വരുമ്പോ ഏതെങ്കിലും അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ് വരിക. ചില സ്ഥലങ്ങളിൽ പിന്നെ വമ്മത്ത് കൊണ്ട് റഫ്അ് വരുന്നത് വമ്മത്ത് കൊണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ നസ്ബ് വരുന്നത് താഇന് കസ്റ് കൊടുത്തുകൊണ്ടായിരിക്കും. റഅയ്തുൽ മുസ്ലിമാത്തി എന്ന് പറയുന്ന ഭാഗത്ത് മുസ്ലിമാത്തി എന്നതിൽ വാക്ക് മൻസൂബാണ്. ഞാനിപ്പോ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇഷ്മാമി എന്നാൽ റഫ്അോ ദമ്മോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ദമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക. ചുണ്ട് കൂട്ടി ദമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ ദമ്മുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ചുണ്ട് കൂട്ടി ഉച്ചരിക്കുമ്പോഴേ അതിന്റെ ദമ്മ് പൂർത്തിയാക്കുന്നുള്ളൂ. ഞാൻ പറയാറുണ്ട് അല്ലെ? അപ്പോ ദമ്മിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചുണ്ട് കൂർപ്പിച്ചാൽ മാത്രം മതി. കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂർപ്പിക്കുക. കൂട്ടി പിന്നെ ന എന്ന് പറയുന്ന സമയത്ത് നേരെയാക്കണം. അങ്ങനെ ഓതുക. അപ്പൊ ഞാൻ കാണിച്ചു തന്നല്ലോ. 4-ാമത്തെ പ്രത്യേക സ്ഥലം അൽ കഹ്ഫ് സൂറത്തിൽ 38-ാം ആയത്തിൽ ലാകിന്ന എന്ന ലാകിന്ന ഹുവല്ലാഹു എന്നതിൽ ലാകിന്ന എന്ന് നിർത്തുകയാണെങ്കിൽ ഒരലിഫിന്റെ ഖദർ നീട്ടി ഉച്ചരിക്കണം അല്ലെ? ശേഷമുള്ള ഹുവല്ലാഹുമായി ചേർത്തി ഓതുമ്പോൾ ന എന്ന് നീട്ടാതെ ലാകിന്ന ഹുവല്ലാഹ് എന്ന് ഓതുകയും വേണം. അൽ കഹ്ഫ് സൂറത്തിൽ കണ്ടല്ലോ, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. സൂം ചെയ്ത് നോക്കിക്കോളൂ. لكن هو الله ربي ولا أشرك بربي أحدا. ഒരാൾ അതിന് മുമ്പുള്ള ആയത്ത് ഇങ്ങനെ ഓതി വന്നു. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن അവിടെ നിർത്താതെ ലാകിന്ന എന്ന സ്ഥലത്താണ് നിർത്തുന്നത്. അവിടെ നിർത്തുകയാണെങ്കിൽ ന എന്ന് ഒരു അലിഫിന്റെ ഖദർ നീട്ടി നിർത്തണം. ثم سواك رجلا لكن ഇനി അവിടെ നിർത്തി എവിടെ? സുമ്മ സവ്വാക റജുല. ഇനി ലാകിന്ന മുതലാണ് ഇയാൾ ഓതി വരുന്നത്, പക്ഷെ അയാൾക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. ലാകിന്ന എന്ന് ഓതുന്ന സമയത്ത് തന്നെ നിർത്തേണ്ടി വന്നു. എന്താണ്? റമിൻ ഇരുത്തം ശരിയല്ല, റാസിൻ ഇരുത്തം ശരിയല്ല. എന്താണോ? ഞാൻ എത്ര തവണ നിങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്. ആർക്കോ വേണ്ടി നിർബന്ധിച്ച് ഇരുത്തുന്ന പോലെയല്ലേ? ക്ലാസ്സിന് താല്പര്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാം, ക്യാമറ ഓഫ് ചെയ്യാമെന്നല്ല, ക്ലാസ് തന്നെ നിർത്താം. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പിന്നെ ഞാൻ ആർക്ക് വേണ്ടി പറയുന്നു? ഓക്കെ. ലാകിന്ന
ഇവിടെ ലാക്കിന്ന എന്ന സ്ഥലത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു അലിഫിന്റെ ഖദർ നീട്ടി ഓതണം. ലാകിന്ന നിർത്തുന്നില്ലെങ്കിലോ ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയുന്നത് എന്താന്ന് നോക്കാം. അഅറാഫ് സൂറത്തിൽ 111 ആയത്ത്, ഷുഅറ സൂറത്തിൽ 32, നംല് സൂറത്തിൽ 28 എന്നീ 3 ആയത്തുകളിലും അർജിഹ്, അൽഖിഹ്. ഇതിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളും നോക്കിയാൽ മതി. അർജിഹ് എന്നത് ഒരു സ്ഥലം നോക്കാം, അൽഖിഹ് എന്നത് നോക്കാം. ഇവിടെ ഹ ഇന്ന് സുകൂന് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അൽഖിഹി, അർജിഹി എന്ന് ഹാഇനെ കെസ്റാക്കിയാണ് ഉച്ചരിക്കേണ്ടി വരിക പൊതു നിയമപ്രകാരം. പക്ഷെ ഖുർആനിൽ അർജിഹ്, അൽഖിഹ് എന്ന് ഹാഇനെ സുക്കൂനാക്കി നിർത്തണം, ഉച്ചരിക്കണം എന്നാ പറഞ്ഞത്. അർജിഹ് കാണുന്നുണ്ടല്ലോ, സ്ക്രീനിൽ നോക്കൂ, ശ്രദ്ധിച്ചോളൂ. قالوا أرجه وأخاه وأرسل في المدائن حاشرين. ഇവിടെ പൊതു നിയമപ്രകാരം ഖാലു അർജിഹി വ അഖാഹു എന്നാണ്. ഇവിടെ അർജിഹ് എന്നതിലെ ഹാഇനെ എന്ത് ചെയ്യാം, കെസറാക്കി ഒരു യാഇന്റെ ഖദർ നീട്ടിയാണ് ഓതേണ്ടി വരിക. പക്ഷെ ഇവിടെ നീട്ടുന്നില്ല, ഇവിടെ നീട്ടാൻ പാടില്ല, ഖുർആനിലെ നിയമമാണ്. അപ്പൊ അർജിഹ് എന്ന് ഓതണം. പിന്നെ അൽഖിഹ്, തജ്വീദിൽ പറയുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ സൂറത്തിലാണിത്? അൽഖിഹ് എവിടെ വരുന്നത്? ഒന്നും കേൾക്കുന്നില്ല ഉസ്താദേ. ഓ, സൂറത്തു നംലിൽ ഉണ്ട് അല്ലെ? സൂറത്തു നംലിൽ 28 ആയത്ത് നോക്കാം. ഇരുപത്തിയെട്ട് കാണാം. اذهب بكتابي هذا فألقه إليهم. فألقه ഈ ഭാഗമാണ്. അവിടെ ഹാഇനെ നമ്മുടെ മുസ്ഹഫിലൊക്കെ കാണുന്നത് ഹാഇനെ സുക്കൂനോടെ തന്നെയാണ് കാണുക മുസ്ഹഫിലൊക്കെ. പക്ഷെ ഇത് പൊതു നിയമത്തിന് എതിരാണ്. പൊതു നിയമത്തിൽ എങ്ങനെ ഫഅൽഖിഹി ഇലൈഹിം എന്നാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഖുർആനിൽ പ്രത്യേകമായ സ്ഥലമാണ് ഫഅൽഖിഹ്. ഇവിടെ ഹാഇനെ സുക്കൂനാക്കി തന്നെ ഓതണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇവിടെ ഇതിവിടെ എൻഡ് ചെയ്യേണ്ട സമയം അടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാ നിങ്ങളോട്, ഞാൻ ജോയിൻ എന്ന് മെസ്സേജ് അയച്ചാലേ നിങ്ങൾ കയറാൻ പാടുള്ളൂ. പക്ഷെ ചില ആളുകൾ അത് ശ്രദ്ധിക്കാതെ ആദ്യം തന്നെ കയറി നിന്നു. അതുകൊണ്ട് കുറച്ച് സമയം നഷ്ടമായി. നോക്കാം, ഇത് എൻഡ് ആവുന്നവരെ അങ്ങനെ പോട്ടെ. ആറാമത്തത്, ശുഅറ സൂറത്തിലെ 63 ആയത്തിൽ ഫിർഖിൻ എന്നതിൽ ചേർത്തി ഓതുമ്പോൾ റാഇന് തഫ്ഖീമും തർഖീഖും പറ്റും. നല്ലത് തർഖീഖാണ്. ആ ആയത്ത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഫിർഖിൻ എന്നതിൽ തഫ്ഖീം എന്ന് പറഞ്ഞാൽ ഫിർഖിൻ എന്ന റാഇനെ ഗൗരവ ശബ്ദത്തിൽ തന്നെ ഓതുക. തർഖീഖ് എന്ന് പറഞ്ഞാൽ ഫിർഖിൻ റാഇനെ നേർപ്പിച്ച് ഉച്ചരിക്കുക. ഏറ്റവും നല്ലത് എന്താണ്? ഇവിടെ രണ്ടും ചെയ്യാൻ പറ്റും. ഫിർഖിൻ എന്ന് ഓതാം, ഫിർഖിൻ എന്നും ഓതാം. ഏറ്റവും നല്ലത് നേർപ്പിച്ച് ഫിർഖിൻ എന്ന് ഓതുന്നതാണ് നല്ലത്.
ഏഴാമത്തെ പ്രത്യേകത സ്ഥലം അൽ കഹ്ഫിൽ 63-ാം ആയത്തിൽ വമാ അൻസാനീഹു, യഥാർത്ഥത്തിൽ വേണ്ടത് അൻസാനീഹി എന്നാണ്, അവിടെ ഹു എന്നാണ് ഓതേണ്ടത്. അൽ ഫത്ഹ് സൂറത്തിൽ 10-ാം ആയത്തിൽ അലൈഹില്ല എന്നതിന് പകരം അലൈഹുല്ലാഹ എന്നാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ രണ്ടും ഹാഇനെ ദമ്മ് കൊടുത്ത് പറയണം, അത് നിയമമാണ്. എട്ടാമത്തത് അൽ ഫുർഖാൻ സൂറത്തിലെ 69-ാം ആയത്തിൽ വയഖ്ലുദ് ഫീഹി മുഹാന എന്നതിൽ ഹാഇന് അസ്ലിയായ മദ് കൊടുത്ത് വയഖ്ലുദ് ഫീഹി മുഹാന എന്ന് ഓതണം, എന്ന് പറയണം, ഓതണം. ഹാഇന്റെ മുമ്പ് സുക്കൂനായാൽ നീട്ടാതെ ഓതണം എന്നാണ് പൊതു നിയമം. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എവിടെ? ഹാ ഉ ദമീറിനെ നീട്ടേണ്ട സ്ഥലം പറയുന്നുണ്ടല്ലോ അവിടെ. ഇവിടെ മാത്രം നീട്ടി ഓതണം. നമ്മുടെ മുസ്ഹഫ് തുറന്നു നോക്കിയാൽ അവിടെയൊക്കെ നീട്ടാനുള്ള അടയാളം കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ. ഒമ്പതാമത്തത് റൂം സൂറത്തിലെ 54-ാം ആയത്തിൽ ളുഅഫി ളഅഫ്, നമുക്ക് അത് നോക്കാം. റൂം സൂറത്തിൽ 54-ാം ആയത്ത്. പേജ് നമ്പർ 410 410. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. ഈ സ്ഥലത്ത് ളഅഫ് എന്ന് ബാദിന് ഫത്ഹയോടെയാണ് ഖുർആനിൽ കാണുന്നത്. എന്നാൽ ഈ സ്ഥലത്ത് 3 സ്ഥലങ്ങളിലും ദാദിന് ദമ്മ് കൊടുക്കലാണ് നല്ലത്. ഫത്ഹും പറ്റും എന്നാണ് പറഞ്ഞത്. ഏറ്റവും നല്ലത് എന്താ? നിങ്ങൾ ഖുർആനിലൊക്കെ കാണുന്നത് ചിലപ്പോ ഫത്ഹാണ് കാണുന്നുണ്ടാവുക, എന്നാൽ അവിടെ ദമ്മാക്കി കൊടുക്കുന്നതാണ്, ഓതുന്നതാണ് നല്ലത്. എന്നാൽ അവിടെ ഫത്ഹാക്കി ഓതിയാൽ അത് തെറ്റ് എന്ന് പറയേണ്ടതില്ല, ശരി തന്നെയാണ്. 10 ഫുസ്സിലത്ത് സൂറത്തിൽ 44-ാം ആയത്തിൽ അഅ്ജമിയ്യുൻ എന്ന സ്ഥലത്ത് ഒന്നാമത്തെ ഹംസയെ ശക്തിയിലും രണ്ടാം ഹംസയെ ലഘുവാക്കിയും ഉച്ചരിക്കണം. ഒന്നാമത്തതിനെ അ എന്ന് വ്യക്തതയോടെ ഉച്ചരിക്കണം, രണ്ടാമത്തതിനെ അത്ര വ്യക്തമാക്കാതെ അഅ്ജമിയ്യുൻ. രണ്ടും വ്യക്തമാക്കുമ്പോൾ എങ്ങനെ ഓതും? അഅ്ജമിയ്യുൻ, രണ്ടും അ എന്ന് കേൾക്കും. എന്നാൽ രണ്ടാമത്തതിനെ വ്യക്തമാക്കാതെ ഓതുമ്പോ എങ്ങനെയാണ്? അഅ്ജമിയ്യുൻ അങ്ങനെ വരും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഓതേണ്ടത്, അഅ്ജമിയ്യുൻ എന്നാണ്.